ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് രാജ്യം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് വിജയകരമായി മിസൈൽ പരീക്ഷണം പൂർത്തിയാക്കിയത്. രാജ്യം തദ്ദേശീയമായാണ് മിസൈൽ വികസിപ്പിച്ചത്. ഇതോടെ തിളക്കമുള്ളൊരു നേട്ടമാണ് രാജ്യം സ്വന്തമാക്കിയിരിക്കുന്നത്. നൂതന മിസൈൽ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു. പ്രതിരോധ രംഗത്ത് സുപ്രധാന നേട്ടമാണ് ഇതിലൂടെ സൈന്യം കൈവരിച്ചിരിക്കുന്നത്. ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നായിരുന്നു വിക്ഷേപണം. വിവിധ DRDO ലബോറട്ടറികളുമായി സഹകരിച്ച് ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന് കീഴിലാണ് മിസൈൽ നിർമ്മിച്ചത്. ആയുധങ്ങൾ വഹിച്ച് 500 കിലോമീറ്റർ ദൂരം വരെ ഇതിന് സഞ്ചരിക്കാനാവും. മിസൈലിൻ്റെ പരീക്ഷണം വിജയകരമായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചരിത്ര നിമിഷമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഏകദേശം മണിക്കൂറിൽ 6120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് കഴിയും. ആണവായുധങ്ങൾ വരെ ഇവയ്ക്ക് വഹിക്കാൻ സാധിക്കും. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ഇവയ്ക്ക് സാധിക്കും. മണിക്കൂറിൽ 6125 കിലോമീറ്റർ മുതൽ 24140 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇവ പായും. അതിനാൽ ഇവയെ പ്രതിരോധിക്കുക അത്ര എളുപ്പമല്ല. ഇതോടെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലുകളുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയും ഇടം പിടിച്ചത്. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണ് ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മാണ രംഗത്ത് മുൻപന്തിയിലുള്ളത്. കൂടാതെ അമേരിക്കയും ഈ സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇറാൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ കൈവശവും ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട്.